ചെറുതും വലുതുമായ യാത്രകൾ കുറച്ച് ചെയ്തു. പക്ഷെ അതൊന്നും വീഡിയോ ആക്കിയിട്ട് എവിടെയൊന്നും ഇട്ടിട്ടില്ല. വീഡിയോ എടുക്കുന്നവരെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് ഞാനും കൂടി അങ്ങ് തുടങ്ങിയാലോ എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ആണ്. കാരണം നമുക്കെപ്പോഴും ഡ്യൂട്ടിക്കും ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം യാത്രയ്ക്ക് സമയം കുറവായിരിക്കും, ബാക്കിയുള്ള സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ. അപ്പം എന്താക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും വേണം, എന്നാൽ സമയവും കൂടി കൺസിഡർ ചെയ്യണം. അതാണ് നമ്മളെ പ്രശ്നം. അങ്ങനെയുള്ള യാത്രകളാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇതേപോലെ ചിന്തിക്കുന്നത് പലരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പം ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടാലോ. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ചെറിയൊരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. എവിടേക്കാണ്? നമ്മളെ കുടകിലേക്ക്. കുടകിലിപ്പോൾ എല്ലാവരും പോയിട്ടുള്ളതല്ലേ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടോ അല്ലേ? അങ്ങനെയല്ല, ഞാൻ വീഡിയോ കണ്ടതിലും പലരുടെയിലും ഒരു സ്പോട്ട് കണ്ടിട്ടില്ല. അതായത് എലിഫന്റ് ക്യാമ്പ്. ഈ കുശാൽ നഗർ എത്തുന്നതിന് മുന്നേ ഒരു എലിഫന്റ് ക്യാമ്പ് ഉണ്ട്. അവിടെ വീഡിയോ എടുത്തത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പ് തപ്പിയപ്പോൾ കണ്ടതാണ്. നോക്കുമ്പോഴേക്ക് കുറേ ആൾക്കാർ പോകുന്നതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇടയിൽ ആരും പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി. ഒരു 7 മണി 7:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ തെറ്റ് റോഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെയും വിട്ടു നേരെ. കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ, കുടകിലേക്ക് എത്തിയില്ലേ. കുടകിൽ ഫുള്ള് കാപ്പിയും കുരുമുളകൊക്കെ കണ്ട് അങ്ങനെ യാത്ര. എന്താ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ പോയി ആദ്യം ചെല്ലുന്നത് ദുബാരി എലിഫന്റ് പാർക്കിലേക്കാണ്. ഫസ്റ്റ് പറഞ്ഞ സ്ഥലം അത് നമ്മളെ കുശാൽ നഗർ എത്തുന്നതിന് കുറച്ച് ദൂരം ഇപ്പുറത്താണ് കേട്ടോ. അപ്പം പോകുന്ന പോക്കിൽ നമുക്ക് അവിടെ കയറിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ ടൈമിംഗ് ഉള്ളൂ എൻട്രൻസ്. അതായത് രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ ഒരു എൻട്രൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4:30 തൊട്ട് 5:30 വരെ 2 ഷിഫ്റ്റ് ആയിട്ടാണ് ടൈമിംഗ് ഉള്ളത്. അതിനിടയിൽ പിന്നെ അവർക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഇല്ല. നമുക്ക് എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത് 150 രൂപയാണ് നോർമൽ ദിവസങ്ങളിൽ വരുന്നത്. സ്പെഷ്യൽ ദിവസങ്ങളായിട്ടുള്ള ഹോളിഡേയ്സും വീക്കെൻഡ്സിലും 210 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൽ എൻട്രൻസ് ഫീയും അതേപോലെ തന്നെ ഈ ബോട്ട് കാണുന്നില്ല, ഈ ബോട്ടിന്റെ ചാർജും കൂടി കൂടിയിട്ടാണ് അവരാ പൈസ ഈടാക്കുന്നത്. ഇത് കർണാടക സർക്കാർ നേരിട്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് സ്റ്റാഫുകളൊക്കെ കർണാടക സർക്കാരിന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് എന്ന് പറയാം. ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിംഗ് അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ കുറുവദ്വീപിന്റെ ഒക്കെ ഒരു ടച്ചുള്ള ടൈപ്പാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് അവിടെ ഇതുണ്ട്, റിവർ റാഫ്റ്റിംഗ് കൂടി ഉണ്ട് കേട്ടോ. റിവർ റാഫ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ റിവർ റാഫ്റ്റിംഗിന്റെയും കൂടി ഉണ്ട് അവിടെ. കണ്ടിട്ട് അത്യാവശ്യം മോശമില്ലാന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഭംഗി ഉണ്ടാവുമായിരിക്കും. അതിന്റെ താഴേക്കുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയാം. ഞാൻ പിന്നെ ചോദിക്കാൻ നിന്നില്ല, കാരണം നമുക്കധികം സമയമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനത് ചോദിക്കാൻ നിന്നില്ല. എന്തായാലും ഉള്ള കുറച്ച് പ്രാവശ്യം ഞാൻ 5 മിനിറ്റേ വേണ്ടു. അപ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് എത്താൻ പറ്റും. ഇക്കരക്കരയിൽ നിന്ന് അക്കരക്കരയിലേക്ക് എത്തുന്ന സ്ഥലം കണ്ടില്ലേ. അക്കര നമ്മൾ കണ്ടു, അവിടെ എത്തി. നമുക്ക് ഫസ്റ്റ് അവിടുന്ന് തരുന്ന ടിക്കറ്റ് ഇവിടെയും കാണിക്കണം. ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ഇവിടെ കാണിക്കാനുണ്ട്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൻ്റെ അടുത്തേക്ക് എത്താം. കണ്ടില്ലേ, മോളേൻ്റെ സൈഡിൽ കൂടി ആയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഒന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വിടുമ്പോഴും പോകുമ്പോഴും മഴയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല കാലാവസ്ഥ. നമ്മൾ നേരെ നടന്നിട്ട് എത്തിച്ചെല്ലുന്നത് ഒരു 3-4 ആനകളുള്ള ഒരു സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഇതിനെ കിടത്താറുള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്തോ എത്ര എണ്ണത്തിനെ കൊതിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടത്താനാവുമോ അത് പറ്റുമോ അറിയില്ല. എന്തായാലും ആനയ്ക്ക് തീറ്റ കൊടുത്തിട്ടുള്ളത് ഉണക്കപ്പുല്ലാണ്. ഉണക്കപ്പുല്ലൊക്കെ സാധാരണ ആനകൾ തിന്നാറുണ്ടോ എന്തോ. നമ്മളിവിടെയുള്ള ആനകൾക്കെല്ലാം പച്ചപ്പനമ്പട്ടയൊക്കെയല്ലേ നമ്മൾ കാണാറ്. കാട്ടിലുള്ള ആനകൾക്ക് എന്ത് പനമ്പട്ട വന്ന്. അപ്പം ഇവിടെ എന്തായാലും ഇവർ ഉണക്കപ്പുല്ലും അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നുണ്ടല്ലേ. ഇവനിത് അടിച്ചു കയറ്റുന്നത് അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതൊക്കെ എടുത്ത് മേത്തേക്ക് വിടുന്നുണ്ട്. ഈ മണ്ണ് ഇടുന്ന ശീലം ഇവർക്ക് ഉണ്ടല്ലോ, അപ്പം അതാ വിചാരിച്ചിട്ടാണ് കൊണ്ട് തട്ടിയത്. ഈ മണ്ണ് എന്തിനാ ഇവരിടുന്ന വെച്ച് കഴിഞ്ഞാൽ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണ്ണ് മേത്തേക്ക് ഇടുന്നത്. അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുമ്പോഴാണ് ഈ ഗ്രൗണ്ട്. ഇത് കണ്ടില്ല, ഈ ഗ്രൗണ്ടിൽ ചുറ്റും ആനകളുണ്ട്. ഫുള്ള് നിറച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇതിനെ ഒരു 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 പപ്പാതിയല്ല, ഒരു ലെയറായിട്ട്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഇതിലാണ് ഇവർ ആനകളെയൊക്കെ ചങ്ങലയ്ക്ക് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു കമ്പി വേലിയും കൂടി ഉണ്ട് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവിടുന്ന് നമുക്ക് ഇതിനെ കാണാം. തൊടാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തുമ്പിക്കൈ നീട്ടി ചിലപ്പോൾ എത്തുമായിരിക്കും, അല്ലെങ്കിൽ തൊടാനൊന്നും പറ്റില്ല. അവരതിന് ഗാർഡുമാരും കാര്യങ്ങളൊക്കെ അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആനേനെ തൊട്ടടുത്ത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇത്ര സാഹചര്യം നമുക്കുണ്ടാവും. വേറെ എവിടെയും നമുക്ക് ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഇത് കണ്ടുണ്ടോ, ഇത് ആനക്കൂടാണ്. ആനകളെ മെരിക്കുന്ന സ്ഥലം. അതിൻ്റെ ഉള്ളിൽ ആനേനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന ആനേനെ അതിൻ്റെ ഉള്ളിലിടും. എന്നിട്ട് ഓരോ പ്രാവശ്യം അടിച്ചും അല്ലാതെയും പല രീതിയിലും അവരതിനെ മെരുക്കിയെടുക്കും. ആ പരിപാടിയാണ് അവിടെ ഉള്ളത്. അവിടെ ഇപ്പോൾ നിലവിൽ ഒരു ആനേനെ മെരുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതും കണ്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ പിന്നെയും തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താൻ പറ്റും. എന്താ അല്ലേ അവിടുത്തെ ഒരു ഭംഗി. നല്ല രസമുണ്ട് കാണാൻ. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച്
വന്ന ബോട്ടിലല്ല, അവിടുന്ന് വന്ന ടീമിൻ്റെ ബോട്ടിൽ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് അവിടുത്തെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പൂട്ടി. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഇനി വൈകുന്നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇവർ തിരിച്ച് കാലിയായിട്ട് പോകും, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരും. ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തോ കുതിരസവാരി അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ടു. പോകുന്ന വഴിക്ക് ചെറിയൊരു അമ്പലം കണ്ടു, കല്ലമ്പലം. നമ്മളെ പനമരത്തും ഇതേപോലത്തെ ഒന്നുണ്ട്, പുഞ്ചവയലിലുള്ള ഒരു കല്ലമ്പലമുണ്ട്. അതും ഇതേപോലെ നശിപ്പിക്കപ്പെട്ടതാണ്. ഇതും ഏകദേശം നശിപ്പിക്കപ്പെട്ടു. പക്ഷെ നമുക്കിതൊന്നും എന്താണ് അതിനെ റിനോവേഷൻ ചെയ്യാനോ അങ്ങനത്തൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തോ. ഇത് കണ്ടതിന് കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു വീടാണ്. കണ്ടില്ലേ, വയലുകളുടെ നടുക്ക്. അവിടെ എപ്പോഴും വയലിൽ കൃഷീൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എനിക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അടുത്താണ് നമ്മൾ എത്തിയത്, എല്ലാവരും ചെല്ലുന്ന നംറോളിംഗ് മൊണാസ്ട്രി ഗോൾഡൻ ടെമ്പിൾ. നമുക്ക് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ പോരല്ലേ, എന്തിനീ വായിക്കൊള്ളാത്ത പേരൊക്കെ നിൽക്കുന്നത്. അതായത് ബുദ്ധമത വിഹാര കേന്ദ്രം. ടിബറ്റിന് പുറത്തുള്ള ഏറ്റവും വലിയ ബുദ്ധ വിഹാര കേന്ദ്രമാണ് ഈ കുശാൽ നഗറിലുള്ള ഗോൾഡൻ ടെമ്പിൾ. 1950 കാലഘട്ടങ്ങളിൽ ടിബറ്റിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഇന്ത്യക്കാർ അഭയം കൊടുത്തു. അങ്ങനെയാണ് ഇവർ കുശാൽ നഗറിലേക്ക് എത്തുന്നത്. 1963 മറ്റെയാണ് ഇവരെഴുതി ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അവർക്കവിടെ ശരിക്കും പ്രാർത്ഥനയും പഠനവും ഗവേഷണമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നമ്മളെപ്പോലെ സഞ്ചാരികൾക്ക് ജസ്റ്റ് ഒന്ന് കാണുക എന്നല്ലാണ്ട് അതിൽ കൂടുതൽ അറിയില്ലല്ലോ. പക്ഷെ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്നാണ് അറിഞ്ഞത്. പിന്നെ അവരെ പ്രധാന വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അല്ലാണ്ട് അവർക്ക് അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടേതായിട്ടുള്ള തനത് ശൈലിയിലുള്ള സാധനങ്ങളും അതേപോലെ തന്നെ ഫുഡ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കൃഷി കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇവിടെ കാണുന്ന ഈ ചുമർ ചിത്രങ്ങളും അതിൻ്റെ ഉള്ളിലത്തെ വിഗ്രഹങ്ങളൊക്കെ എല്ലാം ഈ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിൽ ഒരാൾ ബുദ്ധനാണ്, നടുക്കിരിക്കുന്ന ആൾ ബുദ്ധൻ. ബാക്കിയുള്ള രണ്ടാൾക്കാർ 2 ദേവതകളാണ്. അതായത് ബുദ്ധമതത്തിലെ 2 ദേവതമാർ. അതുകൂടാതെ അവരെ ഈ കഥകളും കാര്യങ്ങളൊക്കെയാണ് ബാക്കി ചുറ്റുമുള്ള ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ചുമർ ചിത്രത്തിലും കൊടുത്തിരിക്കുന്നത് അവരുടെ പുരാണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരെ തൂണുകളും അല്ലാണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വ്യാളീനെ കാണാം. വ്യാളീനെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശക്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദേവതയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അതിനോട് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കൂടുതൽ. അവരുടെ തൂണുകളും അതേപോലെ തന്നെ സൈഡുകളിലും പിന്നെ മുകളിലുള്ള പില്ലറുകൾ അങ്ങനത്തേലൊക്കെ വ്യാളീനെ ഇഷ്ടം പോലെ കാണാം. ഇനി ഒന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അതൊക്കെ. പിന്നെ അവിടെ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പക്ഷെ അവിടെ പോയിട്ട് ആരെങ്കിലും സൈലൻ്റ് ആയിട്ട് ഇരിക്കണ്ടേ? ഉള്ള എല്ലാവരും കച്ചറയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ? ഞാനൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കിയിട്ട് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് മറ്റോ ഒന്ന് കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് പിന്നെ ഇപ്പുറന്നൊക്കെ ആൾക്കാർ വന്ന് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. അതിപ്പോൾ മലയാളികളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, മൊത്തത്തിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആര് പോയാലും അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറണ്ടേ. ഇത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അതിലേക്കാണ് പോകുന്നത്. അവിടെ ഇതേപോലെ തന്നെയാണ് അവരുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ, അതേപോലെ തന്നെ ചുമർ ചിത്രങ്ങൾ എല്ലാം ഉണ്ട്. ഇതും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറയുക എന്തായാലും. പിന്നെ അതും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അതിന് നേരെ വിട്ടത് നമ്മളെ ഇരിപ്പ് വാട്ടർഫാളിലേക്കാണ്. കുറേ പേര് പോയിട്ടുണ്ടാവും. ഇരിപ്പ് വാട്ടർഫാൾ നമ്മളെ ബ്രഹ്മഗിരി മലനിരകളില്ലേ, തിരുനെല്ലീൻ്റെ അടുത്തുള്ള ആ തിരുനെല്ലീൻ്റെ ബേക്കത്തെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഇരിപ്പ് വാട്ടർഫാൾ ഉള്ളത്. ഇവിടത്തേക്ക് എൻട്രൻസ് ഫീ വരുന്നത് 2 ആൾക്ക് ബൈക്കിനും എൻട്രൻസ് ഫീയും കൂടിയിട്ട് 160 രൂപയാണ്. പിന്നെ അവിടെ ഫോൺ പേ ഒന്നും എടുക്കില്ല കേട്ടോ. ഫോൺ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നുമില്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ക്യാഷാക്കി മാറ്റിയിട്ട് അവിടെ എൻട്രൻസ് ചെയ്തത്. പിന്നെ അതിലേക്കൂടി കുറച്ച് ദൂരം നടക്കാനുണ്ട്, കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്. അധികമൊന്നുമില്ല, എന്നാലും നടക്കാനുണ്ട്. ഒപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയ ഈ പുഴ തന്നെയാണ് നമ്മൾ കടന്നിട്ടാണ് പോകേണ്ടത്. ഒരു കമ്പി വേലിയിട്ട ഒരു തൂക്കുപാലം എന്ന് പറയാവണമെങ്കിൽ അത് നടന്നിട്ട് ഇങ്ങനെ വേണം നടക്കാൻ. മുമ്പ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റും തോന്നുന്നുണ്ട്. ഇപ്പം അത്രയ്ക്കൊന്നുമില്ല, പകുതി വരെ പോകാൻ പറ്റുള്ളൂ. അതിലേക്കുള്ള എൻട്രൻസിൻ്റെ കവാടം കണ്ടില്ലേ, ഇതാണ്. ഈ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ കയറാനുണ്ട് എന്നുള്ളത്. ഇത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ വാട്ടർഫാളിൻ്റെ ബേസിലേക്ക് എത്തും. അവിടുന്ന് പിന്നെയും ഒരു 10-20 സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് എത്തും. അതിൻ്റെ മുകളിലേക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പം എന്തായാലും കയറ്റി വിടുന്നില്ല. കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടുത്തെ ഈ ഫസ്റ്റത്തെ ലെവലിലാണുള്ളത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മുകളിലേക്ക് നടക്കാം.
പൊതുവേ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പലതരത്തിലുള്ള വൃത്തികേടും കാണലുണ്ട്. കുപ്പി, കണ്ണി കണ്ട അത് ഇത്, പ്ലാസ്റ്റിക്, ലേസിന്റെ പാക്കറ്റ്, മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഈ പോകുന്ന വഴിക്ക് കേട്ടോ, വരുന്ന ഫസ്റ്റത്തെ ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇനി പോകുമ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഫോറസ്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളെ പരിസര പ്രദേശങ്ങളിലോ ഒന്നും നമ്മൾ വേസ്റ്റ് ഇടില്ല എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണ്ടേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാൻ ഇടലില്ലല്ലോ പിന്നെന്താ എങ്ങനെയാന്നുള്ളത്. പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഇടാറുണ്ട്. ചിലപ്പോൾ ഒരു മുട്ടായി തന്നിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ അറിയാണ്ട് നമ്മളവിടെ വലിച്ചിട്ടിട്ടായിരിക്കും ചിലപ്പം പോവാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ പോയില്ലേ, പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളത്. എന്താ ഇവരെയൊക്കെ ചെയ്യേണ്ടത്? ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സാധനമില്ല. കണ്ട കുപ്പി, മാഗീൻ്റെ പാക്കറ്റും അത് ഇതും വേലിച്ച് പറഞ്ഞാൽ ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോകുമ്പോഴും. ഫോറസ്റ്റിലൊന്നും ഒരു കാരണവശാലും വേസ്റ്റ് ഇടരുതെന്ന് പലരും പറയും, നമ്മളെ ബോർഡ് കാണും, എന്നാലും നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോക്കായി. തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ തെറ്റ് റോഡെല്ലാം ഉണ്ണിയപ്പ കടയിൽ കയറിയിട്ട് ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഞാൻ മേടിച്ചിട്ടുള്ളൂ. കൂടുതൽ വാങ്ങിയാലും തിന്നാനാണ് ഈ സാധനം. ഒരാൾക്കൊന്ന് തിന്നാൽ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വിട്ടു. ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് അത്ര വൃത്തിയിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പോരായ്മകൾ നല്ലോണം കാണാനുണ്ട്. അതേപോലെ തന്നെ ഡബ്ബിങ്ങും അത്ര നന്നായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ല. അടുത്തൊരു വീഡിയോയോടുകൂടി നമുക്ക് റെഡിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനിയും യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന പ്രതീക്ഷയോടെ.